കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ. നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു അറിയിപ്പാണ്. ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകളിൽ ഇന്ന് പവർ കട്ട് നിത്യസംഭവമാണ്. നമ്മൾ ഫോൺ കോളുകൾ വിളിച്ചാൽ തന്നെ പരിഹാരമില്ലാതായിരിക്കുമ്പോൾ ഒരു ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ഉള്ള കാര്യം തുറന്നു പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ, KCB അരീക്കാട് സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം അത്രക്കും അധികം ലോഡ് കൂടിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പം കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ നോക്കിയപ്പം നോമ്പ് കഴിഞ്ഞാൽ കുറച്ച് ലോഡ് കുറയുമെന്ന് ഞാനൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വല്ലാതെ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ചൂട് വീണ്ടും കൂടി, അതിൻ്റെ ഭാഗമായിട്ട് AC ഉപയോഗം വല്ലാതെ കൂടി, അതിൻ്റെ കൂടെ ഇലക്ട്രിക്കൽ വെഹിക്കിളും കൂടി വന്നു. അന്നേരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പല ട്രാൻസ്ഫോമറുകളും ഫെയിലറാകാൻ സാധ്യതയുണ്ട്. ഈ ട്രാൻസ്ഫോമർ ഫെയിലറായ ചിലപ്പം പെട്ടെന്നൊന്നും ട്രാൻസ്ഫോമർ കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ധാരാളം ട്രാൻസ്ഫോമറുകൾ ഇങ്ങനെ ഫാൾട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ട്രാൻസ്ഫോമർ കിട്ടാത്ത അവസ്ഥയുണ്ട്. പെട്ടെന്ന് ട്രാൻസ്ഫോമർ ഫെയിലർ, ഇപ്പോൾ രാത്രി ഫെയിലർ ആയി കഴിഞ്ഞാൽ ഇത് മാറ്റി വെക്കേണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. എന്തായാലും ആ രാത്രി ഒന്നും കറണ്ട് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്, കറണ്ടിൻ്റെ വാഹനമുള്ളവർ അവരെന്തായിട്ടും രാത്രി 10 മണി മുതൽ ഒരു 1 മണി വരെ അത് ചാർജ് ചെയ്യാൻ ഇടാതിരിക്കുക. ഒരു അപേക്ഷയാണ്, അല്ലാണ്ട് നിയമപരമായിട്ട് അങ്ങനെ ചെയ്യരുതെന്നും പറയാനുള്ള അവകാശമൊന്നും ഞങ്ങൾക്കില്ല. ഒരു അപേക്ഷയായിട്ട് പറയുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അലങ്കാര ലൈറ്റുകളൊക്കെ ചില വീടുകളിലൊക്കെ ഉണ്ടാവും. അത് LED ലൈറ്റുകളാണ്, എന്നാലും പലതുള്ളി പെരുവെള്ളമാണല്ലോ. നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് ഓഫാക്കി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് വലിയ ഇത് കിട്ടുകൊണ്ട് അലങ്കാര ലൈറ്റുകളൊക്കെ ഓഫാക്കുക. ഇതൊക്കെ എന്തൊക്കെ അനാവശ്യമായിട്ട് തോന്നുന്നു അതൊക്കെ അങ്ങ് ഓഫാക്കി വെക്കുക. പ്രത്യേകിച്ച് ഈ ഒരു 8 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് സഹായിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നീങ്ങിയാലേ ഇതിനൊക്കെ നേരിടാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ കറണ്ടിൻ്റെ ഉപയോഗമാണ് പ്രശ്നം. മിക്ക വീടുകളിലും ചൂടിനെ അഭിമുഖീകരിക്കാൻ എല്ലാ റൂമുകളിലും AC. ചൂട് ഇത്രയും ശക്തമാകുമെന്ന് മുൻകരുതലിൽ കപ്പാസിറ്റി കൂടിയ ട്രാൻസ്ഫോമർ കണ്ടെത്തിയില്ല. നിലവിലെ സബ്സ്റ്റേഷനുകളിൽ നമുക്കുള്ളത് 100 വോൾട്ട് കപ്പാസിറ്റി ഉള്ളത് മാത്രം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 150, 200 എങ്കിലും കപ്പാസിറ്റി ഉള്ള ട്രാൻസ്ഫോമറാണ് ആവശ്യം. പെട്ടെന്ന് ചെന്നാൽ ഇത് കിട്ടുകയില്ല. ആവശ്യാനുസരണം 1 വർഷം മുമ്പേ എങ്കിലും ഓർഡർ ചെയ്തു കൊടുക്കണം. തൊടുപുഴ ഹെഡ് കാര്യാലയത്തിൽ ഇപ്പോൾ 15 എണ്ണം കത്തിപ്പോയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും അത്യാവശ്യം കാര്യങ്ങൾ നടത്തി വരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കറണ്ട് ബിൽ അടച്ചില്ലെങ്കിൽ ഊരും എന്നല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കുക വേണ്ട. അതുകൊണ്ട് വീടുകളിൽ പല AC ഉള്ളവർ ഒരെണ്ണം തന്നെ ഉപയോഗിക്കുക. കറണ്ടിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. ഇല്ലെങ്കിൽ പകുതി ദിവസവും ഇരുട്ടിലാവുന്ന സാഹചര്യങ്ങളാണ് കാലാവസ്ഥ തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് KK വിജയൻ.